എല്ലാവർക്കും ഡിബ്രോസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോമച്ചമ്മരെ നമ്മളിന്ന് റിയാക്ട് ചെയ്യാൻ പോണത് നമ്മളിന്ന് എന്താ റിയാക്ട് ചെയ്യാൻ പോണേ? ആക്ച്വലി നമ്മളിന്ന് എന്താ റിയാക്ട് ചെയ്യാൻ പോണെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. ഈ ഒരു സിനിമയെപ്പറ്റി യാതൊരു ഡീറ്റെയിൽസ് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ പെട്ടെന്ന് കണ്ടൊരു ട്രെയിലറാണ്. സോ എന്തായാലും നമുക്കിത് ഫസ്റ്റ് ഒന്ന് റിയാക്ട് ചെയ്ത് നോക്കാം. എന്നിട്ട് ഞാൻ അതിൻ്റെ താഴെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഒന്ന് വായിക്കാം കേട്ടോ. ഫസ്റ്റ് നമുക്കൊന്ന് ഇതൊന്ന് റിയാക്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ. അല്ലാണ്ട് എനിക്കിതിനെപ്പറ്റി ഒന്നും പറയാനില്ല, കാരണം എനിക്കിതിനെപ്പറ്റി ഒന്നും അറിയില്ല. നമുക്ക് നോക്കാം. 1.5 മിനിറ്റ് ഉള്ളൊരു ഗ്ലിംസാണ്. ഗാന്ധി കന്നഡി എന്നാണ് ഇതൊരു സിനിമയാണ്. സിനിമയുടെ പേര് ബാല എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരനാണ് നായകനായിട്ട് എത്തുന്നത്. ബാലാജി ശക്തിവേല എന്ന് പറയുന്ന ആളാണെന്ന് തോന്നുന്നു. ഡയറക്ടർ നമിത പ്രമോദാണോ? നമിത എന്ന് പറയുന്ന പുള്ളിക്കാരിയാണെന്ന് തോന്നുന്നു. ആക്ടർ ലെറ്റ്സ് സീ. உங்களுக்கும் எனக்குமான பயணம் விஜய் சேதுபதி சின்ன தீப்பொறிய ஆரம்பிச்சது. விஜய் சேதுபதி அது இந்த மூஞ்சி டிவில பாக்குறதே பெருசு. என்ன குவாலிட்டியாடா? பாக்க நரமா இருந்துன்னு நக்கல பாத்தியா? டிவிலே பின்னி சைஸ்ல தான் இருப்பான். இவனை தியேட்டர்ல வர வந்து பார்க்கணுமா? ஹீரோ ஆகிறதுக்கு ஒரு தகுதி வேணாமா? நைஸ் ஷாட். நல்ல ஷாட் அல்ல? என் முதுகுக்கு பின்னாடியும் என் மூஞ்சுக்கு முன்னாடியும் இப்படி நிறைய கேட்டாச்சு. இந்த மாதிரி என்னை எவ்வளோ விமர்சனங்கள் செஞ்சாலும் எல்லா விமர்சனத்தையும் எரிச்சு நீங்கள் கொடுத்த வெளிச்சத்தில் உங்களால் இப்போ இங்கே நிற்கிறேன். ബാല 01. ഓ, ഫസ്റ്റ് മൂവി. ഈ പുള്ളിക്കാരനെ എവിടെ കണ്ടിട്ടുണ്ടല്ലോ? പ്രേതമാണ്. ടീം GK വിശ്വസ്. ഹാപ്പി ബർത്ത്ഡേ ബാല. ഫസ്റ്റ് മൂവിയാണ് ആക്ച്വലി. ഈ ഒരു പുള്ളിക്കാരനെ എവിടെ കണ്ടിട്ടുണ്ടല്ലോ? വെയിറ്റ് എവിടെ കണ്ടിട്ടുണ്ട്? റീൽസിലെങ്ങാനും ഉണ്ടാ? പക്ഷെ സിനിമ ഫസ്റ്റ് മൂവിയാണ്. ഇനി ഷോർട്ട് ഫിലിം വല്ലതും? കുറേ തമിഴ് ഷോർട്ട് ഫിലിമൊക്കെ ഇടയ്ക്ക് വെച്ച് കുറേയൊക്കെ വൈറലായിരുന്നല്ലോ. സോ അതിൽ വല്ലതും ആണോ? ആക്ച്വലി നോ ഐഡിയ. സംഭവം ഒന്നുമില്ല, ജസ്റ്റ് ഒരു സിമ്പിൾ സംഭവമാണ്. എന്തെന്ന് പറഞ്ഞാൽ ഗ്ലിംസിനകത്ത് ഒന്നുമില്ലെന്നുള്ളൂ. സിനിമയ്ക്കകത്ത് എന്തുണ്ടെന്ന് എനിക്കറിയില്ല. ഗ്ലിംസിനകത്ത് വേറെ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് മൂവിയാണ്. ഫസ്റ്റ് മൂവിയായിട്ട് നിങ്ങളെന്ത് പറയണം? നിങ്ങൾ എന്നെ ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങളും എനിക്ക് അഭിനയിക്കാൻ അറിയില്ലെന്നും പിന്നെ എൻ്റെ ഈ ലുക്ക് വെച്ചുകൊണ്ട് എനിക്ക് സിനിമയിലൊന്നും കയറാൻ പറ്റില്ലെന്നും ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങൾ. അതായത് നമ്മൾ ഏകദേശം ഒരു തലപതിയുടെ റെഫറൻസ് ആണ് ആ മൂവി. കാരണം ആ ഒരു കാപ്പ് ഇങ്ങനെ കയറണം, വേട്ടക്കാരൻ എന്ന സിനിമയിൽ ഒരുപാട് റെഫറൻസ് അതിൽ ഉള്ള പോലെ എനിക്ക് ഫെൽട്ടായി. എനിക്കറിയില്ല. സോ എന്തായാലും ഈ ഒരു സിനിമ ഡിറക്റ്റൊക്കെ ചെയ്തേക്കണം. ഒരു മിനിറ്റ് അതൊക്കെ നോക്കട്ടെ. ഇതാരാ എൻ്റെ ഡയറക്ടർ ബൈ ഷിറിഫ്. ഷിറിഫ് മൂവി എന്നതാണ് പറഞ്ഞത്. മ്യൂസിക് ബൈ വിവേക്. എഡിറ്റർ പിന്നെ ഇത് കൊള്ളാം കേട്ടോ, ബാലാജി കെ രാജ്. DOP കൊള്ളാം, അതൊക്കെ കൊള്ളാം. പിന്നെ നമുക്കറിയാവുന്ന, എനിക്കങ്ങനെ വേറെ ലിസ്റ്റിലൊന്നും അങ്ങനെ നോക്കുകയാണെങ്കിൽ എനിക്കങ്ങനെ ആരും അറിയില്ല. സോ എന്തായാലും ഇതൊരു ഫസ്റ്റ് മൂവിയാണ്. സോ ഇതൊരു ഷോർട്ട് ഫിലിമാണ്. അതിന് പടമാണോ? ഇതാരിത്? എനിക്കറിയില്ല, ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല. റിലീസ് ഡേറ്റ് ഒന്നും കൊടുത്തിട്ടില്ല. സോ മിക്കവാറും ഇതൊരു ഇതൊരു മൂവി തന്നെ ആവാൻ. അല്ല, തിയേറ്റർ എന്ന് പറയുന്നുണ്ടല്ലോ. സോ ഇറ്റ്സ് എ മൂവി അത്ര തന്നെ. സോ എന്തായാലും സംഭവം കൊള്ളാം, നൈസാണ്. പ്രത്യേകിച്ച് നെഗറ്റീവ് പറയാനൊന്നുമില്ല. പോസിറ്റീവ് പറയാൻ നൈസ് സാധനമാണ്. നമ്മൾ വെറുതെ നല്ല കാര്യത്തിന് എന്തിനാ വെറുതെ ഇരുന്ന് നെഗറ്റീവ് പറയണം. സോ സംഭവം എന്തായാലും കൊള്ളാം. ഓൾ ദ ബെസ്റ്റ് ഫോർ ബാല. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴ്ന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷെയർ എത്തിക്കുക. അപ്പോൾ ശരി, മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.